മുത്തുനബീന്റെ മാസത്തിൽ നിങ്ങൾക്ക് മുത്തുനബീനെ കാണണം. ഞാൻ വെറുതെ പറഞ്ഞതല്ല, ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഷുവറാണ് നിങ്ങൾക്ക് ഹബീബായ തങ്ങളെ കാണാൻ പറ്റും. ആത്മാർത്ഥത വേണം, അല്ലാണ്ട് കാര്യമില്ല. അവിടെ അനുഭവങ്ങളുള്ളവർ എന്നോട് പറഞ്ഞത് കൊണ്ടും ഞാൻ അറിഞ്ഞത് കൊണ്ടും പറയാണ്. മാത്രമല്ല, നിങ്ങൾ എന്ത് പ്രശ്നമാകട്ടെ, രോഗമാകട്ടെ, പ്രശ്നമാകട്ടെ, പ്രതിസന്ധി ആകട്ടെ, ടെൻഷൻ ആകട്ടെ, ഒക്കെ മാറൂടാ. അതൊക്കെ എൻ്റെ അനുഭവമാണ്, എൻ്റെ സ്വന്തം അനുഭവമാണ്. ഇത് ചൊല്ലിയപ്പോഴത്തേക്ക് അൽഹംദുലില്ലാ എല്ലാ പ്രശ്നങ്ങളും തീർന്നു ആത്മാർത്ഥത്തോടെ ചൊല്ലുമ്പോൾ. എന്താന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് ലെങ്ത് ആയിട്ട് പറയുന്നില്ല. ഇതുപോലത്തെ ദിക്റും അദ്കാറൊക്കെ കാണാൻ, മുത്തുനബിയെ കാണാനുള്ള വഴി, അതുപോലെ പെട്ടെന്ന് പ്രതിഫലം നേടാനുള്ള വഴി ഒക്കെ റസൂൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, അള്ളാഹ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള വഴികളൊക്കെ നിങ്ങൾക്ക് അറിയണോ? ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോ. ഞാൻ ഒരു കാര്യം പറയാം, മസ്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് എന്തായാലും മിസ്സാകൂല, നഷ്ടാകൂല, കിട്ടേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഫോളോ ചെയ്ത് വെക്കാൻ പറയുന്നത് നിങ്ങൾക്ക് പെട്ടെന്നൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. കാരണം ഞാൻ മാത്രം അറിഞ്ഞാൽ പോലെ നിങ്ങൾക്ക് അറിയണ്ടേ, നിങ്ങളെ കൂട്ടുകാർക്ക് അറിയിക്കണ്ടേ. എന്താണെന്ന് വെച്ചാൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഫലമുള്ളത് കൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്. അതായത് അല്ലാഹുമ്മ സ്വല്ലി അലന്നൂരി വ അഹ്ലിഹി. ഒന്നുകൂടി പറയാ, അല്ലാഹുമ്മ സ്വല്ലി അലന്നൂരി വ അഹ്ലിഹി. ഈ സ്വലാത്ത് ചൊല്ലുകയാണെങ്കിൽ ഉറപ്പായിട്ടും ആത്മാർത്ഥമായിട്ട് ചൊല്ലിയിട്ട് ആത്മാർത്ഥമായിട്ട് ദ്വാരം നോക്കിയാൽ മുത്ത് തങ്ങളെ കാണാൻ പറ്റും, ഹബീബായ തങ്ങളെ കാണാൻ പറ്റും. എന്താണ് ഉദ്ദേശം അതൊക്കെ നിറവാൻ സഹായിക്കും. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇപ്പം തന്നെ ഷെയർ ചെയ്യാം, ഇപ്പം തന്നെ ഷെയർ ചെയ്യാം, ഒരു സേവ് ചെയ്ത് വെച്ചോ. ഇപ്പോൾ കൂട്ടുകാർക്ക് കാണണ്ടേ, നമ്മുടെ കൂട്ടുകാർ നന്നാകാൻ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നില്ലേ? കൂട്ടുകാർക്ക് ഇപ്പോൾ ഷെയർ ചെയ്യാം, കാരണം അവർ നന്നാകട്ടോ, അവരും കൂടെ ഹബീബായ തങ്ങളെ കാണട്ടെ. ഇതൊക്കെ നമ്മളോട് ആഗ്രഹിക്കുന്നത്. ഇപ്പം ഇൻഷാ അല്ലാഹ് ഇപ്പം തന്നെ ഫോളോ ചെയ്യാം കേട്ടോ, ഇപ്പം തന്നെ അവർക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ അതിൻ്റെ പ്രതിഫലം നമുക്ക് കിട്ടും. അസ്സലാമു അലൈക്കും.